ഒരാൾക്ക് എത്രത്തോളം താഴ്ത്തപ്പെടാൻ കഴിയും? ജനിച്ച ജാതിയുടെ പേരിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും നിഷേധിക്കപ്പെട്ട ഒരു കുട്ടി. ക്ലാസ് മുറിക്ക് പുറത്ത് ചാണകം മെഴുകിയ തറയിൽ ഇരിക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥി. അപമാനങ്ങളുടെ കയ്പുനീർ കുടിച്ച ആ കുട്ടി വളർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നിയമപുസ്തകം എഴുതിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇത് BR അംബേദ്കറുടെ കഥയാണ്. വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കാമെന്ന് പഠിപ്പിക്കുന്ന മഹാത്മാവിന്റെ ചരിത്രം. മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ ഒരു സാധാരണ സൈനിക കുടുംബത്തിലാണ് ഭീം ജനിച്ചത്. പക്ഷേ അന്നത്തെ ഇന്ത്യയിൽ ജാതീയത അതിന്റെ ഏറ്റവും ക്രൂരമായ മുഖം കാട്ടിയിരുന്ന കാലമായിരുന്നു അത്. സ്കൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം ഇരിക്കാൻ ഭീമിന് അനുവാദമില്ലായിരുന്നു. തറയിൽ ഒരു ചാക്ക് കഷ്ണം വിരിച്ച് അയാൾ ഒറ്റയ്ക്ക് ഇരുന്നു. ദാഹിക്കുമ്പോൾ സ്കൂളിലെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. സ്കൂളിലെ പ്യൂൺ ഉയരത്തിൽ നിന്ന് കൈവെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ കുടിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പ്യൂൺ വരാത്ത ദിവസം ഭീം ദാഹിച്ചു വരഞ്ഞു. നോ പ്യൂൺ നോ വാട്ടർ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. പക്ഷേ ഈ അപമാനങ്ങളൊന്നും ആ മനസ്സിനെ തളർത്തിയില്ല. പകരം ഉള്ളിൽ ഒരു വാശി വളർത്തി. എനിക്ക് ഈ ലോകത്തെ മാറ്റണം എന്ന വാശി. അപമാനങ്ങളെ അതിജീവിക്കാൻ അറിവ് മാത്രമാണ് ഏക പോംവഴിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കഠിനാധ്വാനം ചെയ്ത് പഠിച്ച ഭീം എൽഫിൻസ്റ്റൺ ഹൈസ്കൂളിൽ ചേരുന്ന ആദ്യത്തെ ദളിത് കുട്ടിയായി. പിന്നീട് ബറോഡ മഹാരാജാവിന്റെ സഹായത്തോടെ ഉന്നത പഠനത്തിനായി അമേരിക്കയിലേക്ക് വിമാനം കയറി. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും PhDയും നേടി. അവിടെ അദ്ദേഹം വിശ്രമമില്ലാതെ പഠിച്ചു. ലൈബ്രറി തുറക്കുമ്പോൾ ആദ്യം കയറുന്നതും ലൈബ്രറി അടയ്ക്കുമ്പോൾ അവസാനം ഇറങ്ങുന്നതും അദ്ദേഹമായിരുന്നു. പിന്നീട് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും നിയമ പഠനത്തിലും അദ്ദേഹം പ്രാഗൽഭ്യം തെളിയിച്ചു. ഇന്ത്യയിൽ വെള്ളം കുടിക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലകളിൽ നിന്ന് ഡോക്ടറേറ്റുകൾ നേടി തിരിച്ചെത്തുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അംബേദ്കർ തന്റെ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ തീരുമാനിച്ചു. മഗധ് സത്യാഗ്രഹം അതിൽ പ്രധാനമായിരുന്നു. പൊതുകുളത്തിലെ വെള്ളം എല്ലാവർക്കും കുടിക്കാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മനുസ്മൃതി കത്തിച്ചുകൊണ്ട് അദ്ദേഹം അനീതിക്കെതിരെ വിരൽ ചൂണ്ടി. അദ്ദേഹം പറഞ്ഞു, ആടുകളെയാണ് ബലി കൊടുക്കുന്നത്, സിംഹങ്ങളെയല്ല. നിങ്ങൾ സിംഹങ്ങളാകുക. അദ്ദേഹം സ്ഥാപിച്ച പത്രങ്ങളും സംഘടനകളും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവേശം പകർന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ അറിവിനോടുള്ള ലോകത്തിന്റെ ബഹുമാനമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ അടിത്തറയായ ഭരണഘടന തയ്യാറാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ, തൊഴിലാളികളുടെ ജോലി സമയം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണം, ഇങ്ങനെ അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകൾ അനവധിയാണ്. മരണത്തിന് മുമ്പ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും പാത അദ്ദേഹം തിരഞ്ഞെടുത്തു. ജീവിതത്തിലുടനീളം തന്നെ തളർത്താൻ നോക്കിയവരോട് അദ്ദേഹം പ്രതികാരം ചെയ്തത് തന്റെ പദവി കൊണ്ടും അറിവുകൊണ്ടുമാണ്. ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ നോക്കിയാൽ അവരെക്കാൾ ഉയരത്തിൽ വളർന്നു കാണിക്കുക. ഇതാണ് ഏറ്റവും വലിയ പ്രതികാരമെന്ന് അദ്ദേഹം തെളിയിച്ചു. അംബേദ്കറുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്. പഠിക്കുക, പോരാടുക, സംഘടിക്കുക. നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ, വിദ്യാഭ്യാസവും തളരാത്ത മനസ്സും ഉണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതം റീറൈറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. അടുത്ത ഒരു ചരിത്ര കഥയുമായി വീണ്ടും കാണാം. നന്ദി.